അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ പരമോന്നത നേതാവും തമ്മിൽ ശക്തമായ വാക്കേറ്റമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് പിന്നാലെ ഇറാന് നേരെ ഒരു വലിയ കൊടുങ്കാറ്റ് അടിച്ചു വീശാൻ പോകുന്നു എന്ന സൂചനകൾ വരുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ കാർഗോ വിമാനങ്ങളായ ഗ്ലോബ് മാസ്റ്റർ 3C-17 എന്നറിയപ്പെടുന്ന കാർഗോ വിമാനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US UK എയർബേസ് ഡീഗോ ഗാർഷ്യയിലെ എയർബേസിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു എന്ന വാർത്ത വരുന്നു. വലിയ രീതിയിൽ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഈ കാർഗോ വിമാനങ്ങൾക്കുണ്ട്. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് അമേരിക്കൻ പ്രസിഡന്റിനെതിരെ പറഞ്ഞത്? ഏറ്റവും ഗുരുതരമായ പ്രസ്താവനയായിരുന്നു. ഇറാനകത്തുണ്ടായ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഞങ്ങൾ ഒതുക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെയുണ്ടായ നാശനഷ്ടങ്ങൾ, ആളുകളുടെ മരണങ്ങൾ, എന്തൊക്കെ അവിടെ സംഭവിച്ചോ ഇതിന്റെ എല്ലാം ഒന്നാമത്തെ കുറ്റവാളി അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നാണ് ആയത്തുള്ള അലി ഖുമേനി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ട്രംപിന്റെ മറുപടി വന്നിരുന്നു. ഇറാനിന്റെ ഭരണ നേതൃത്വം മാറാനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു ഭരണമാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇപ്പോൾ ഈ കാർഗോ വിമാനങ്ങൾ ഡീഗോ ഗാർഷ്യയിലേക്ക് നീങ്ങുന്നത് എന്ന സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അതിശക്തമായ കാർഗോ വിമാനങ്ങളാണ് നമ്മുടെ മുന്നിൽ ഈ കാണുന്നത്. ധാരാളം മിസൈലുകൾ, അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. അതോടൊപ്പം തന്നെ B-2 സ്പിരിറ്റ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഡീഗോ ഗാർഷ്യയിൽ നിന്നും ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായിരുന്നാലും വലിയ രൂപത്തിലുള്ള ആയുധങ്ങൾ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ നീങ്ങുന്നു. എങ്ങനെ വലിയ വെടിക്കോപ്പുകളുമായിട്ടാണ് അല്ലെങ്കിൽ യുദ്ധസന്നാഹങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്തരത്തിലുള്ള ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുമെന്ന് എല്ലാവരും സംശയിച്ചിരുന്നു. സംശയമെന്നല്ല, ട്രംപ് അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം നെതന്യാഹു തന്നെയാണ്. ഇസ്രയേലിൽ ഇറാന്റെ ആക്രമണങ്ങൾ തടുക്കാനുള്ള ഒരുക്കങ്ങൾ ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ആക്രമിക്കരുത് എന്ന് വളരെ കൃത്യമായി തന്നെ നെതന്യാഹു ആണ് അറിയിച്ചത്. ഇത് ഞാൻ പറയുകയല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിലിറ്ററി അനലൈസ് മാഗസിൻ അത് ഈ കാര്യം വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ ഇസ്രായേലിനകത്ത് വേണ്ട രൂപത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇറാനെ ആക്രമിക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ ചെയ്യാൻ പോകുന്നത്? ഭരണത്തെ അട്ടിമറിക്കാൻ പോകുന്നു എന്നതാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഇറാനിൽ അങ്ങനെ ഒരു സംഭവം നടത്താൻ സാധിക്കുമോ? പ്രതിഷേധങ്ങളിലൂടെ ഇറാനെ ഇതാ തൂക്കിയിരിക്കുന്നു അമേരിക്ക എന്ന് പലപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിലും എന്നാൽ ഇറാൻ വളരെ സിമ്പിളായി അതിന് ഒതുക്കിയതാണ് ലോകം കണ്ടത്. യഥാർത്ഥത്തിൽ അത്രമാത്രം ശക്തമായിരുന്നു ഇറാനിലെ പ്രതിഷേധങ്ങൾ. ആയുധധാരികളായിരുന്നു അവിടെ കലാപങ്ങൾ അയച്ചുവിട്ടത്. എല്ലാ നഗരങ്ങളെയും കലാപകാരികൾ കീഴടക്കിയിരുന്നു. പല നഗരങ്ങളുടെയും സെക്യൂരിറ്റി സിസ്റ്റങ്ങളെ മറികടക്കുകയുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇറാൻ ഭരണകൂടം അത് വളരെ സിമ്പിളായി ഒതുക്കിയെങ്കിൽ ഇറാനിൽ ഒരു ഭരണമാറ്റത്തിന് ട്രംപിന് സാധിക്കുമോ? ഇറാനിലുള്ള ഭരണത്തെ അട്ടിമറിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്.